ഏവർക്കും നമസ്കാരം. മേക്കിംഗ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റിന്റെ വൈസ് ചാൻസലറായ പ്രൊഫസർ ഡോക്ടർ PG ശങ്കരൻ. നമസ്കാരം. ഒപ്പം ടാൽറോപ്പിന്റെ കോ ഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ശ്രീ സഫീർ നജ്മുദ്ദീൻ. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ടെക് ഡ്രിവൺ വേൾഡിലേക്ക് ക്യാമ്പസുകളെ സജ്ജമാക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു എക്സ്പേർട്ട് ടോക്കാണിത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇരുവർക്കും സ്വാഗതം. രണ്ടുപേർക്കും നമസ്കാരം. സാറിന്റെ ആദ്യത്തെ ചോദ്യം സാറിനോടാണ്. ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും പശ്ചാത്തലത്തിൽ നിലവിലെ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണം. നമ്മളൊരു 1500 AD ശേഷമാണ് വ്യാവസായിക വിപ്ലവത്തിലൂടെ നൂതന ആശയങ്ങൾ വഴി സമൂഹത്തിൽ പുരോഗതിയിലേക്ക് നയിച്ചത്. അപ്പം നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ 1500 ശേഷം ഉണ്ടായിരുന്ന ഇന്നവേഷൻസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു 100 വർഷത്തിനുള്ളിൽ 2 or 3 കണ്ടുപിടുത്തങ്ങളായിരിക്കും മാനവരാശിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ മുതൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി, വാക്സിൻ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തു പോയാൽ അങ്ങനെയായിരിക്കും. പക്ഷെ നമുക്കൊരു 2000 കൂടി അല്ലെങ്കിൽ 2000 ശേഷം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും പുതിയ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ 1960 എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ ഫോൺ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന സമയത്ത് ഏതാണ്ട് 50 ലക്ഷം ജനങ്ങൾക്ക് ഇന്ത്യയിൽ ഫോൺ ലഭിക്കുന്നതിന് ഏകദേശം 40 വർഷം എടുത്തു എന്നാണ് കണക്ക്. അതേസമയം നമ്മൾ 1990കളുടെ അവസാനം നോക്കിയ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ പുതിയ മൊബൈൽ ഫോൺ, ചെറിയ മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് നമ്മൾ ഏതാണ്ട് 50 ലക്ഷം ജനങ്ങളിൽ എത്താൻ ഏതാണ്ട് 4 വർഷത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് 2000ന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ വന്നല്ലോ. അപ്പോൾ ആ സ്മാർട്ട് ഫോൺ വന്നു, അതിൻ്റെ കൂടെ ചില സ്കീമുകളൊക്കെ വന്നു, ജിയോ പോലെയുള്ള കമ്പനികളൊക്കെ വന്നു. അങ്ങനെ വന്ന് ഇത് ഒരു 50 ലക്ഷം ജനങ്ങളിലെത്താൻ 90 ദിവസത്തിൽ താഴെ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മളറിയാതെ നമ്മുടെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് ഈ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം നമ്മളറിയാതെ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ നടക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ഇന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കാരണം ഒരു 10 വർഷത്തേക്ക് അല്ല 5 വർഷത്തേക്ക് ഒരേ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ വായിക്കുക, പഠിക്കുക, അത് തന്നെ വളരെ നേരത്തെയുള്ള രീതിയിൽ തന്നെ ഒരു ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുക, ഇതൊന്നും ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾക്ക് അറിവുകൾ ലഭ്യമാക്കുന്നതിനുള്ള ധാരാളം സ്രോതസ്സുകൾ ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ ഈ സ്രോതസ്സുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാതെ തന്നെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലത്തിൽ, സിലബസിൽ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമുക്ക് കെട്ടിപ്പടുക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ സിലബസിൽ മാറ്റം വരുത്തേണ്ടി വരും, കരിക്കുലത്തിൽ മാറ്റം വരുത്തേണ്ടി വരും, പെഡഗോഗിയിൽ മാറ്റം വരുത്തേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സമ്പ്രദായം നമ്മൾ മാറ്റം വരുത്തണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഗവേഷണം ചെയ്യുന്ന സമയത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പഠനവും ഗവേഷണവുമായിട്ടൊക്കെ വന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു പുതിയ ആശയം രൂപീകരിക്കുക എന്നുള്ളതിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് പുതിയ അറിവ് ഉൽപ്പാദിപ്പിക്കുക, നോളജ് ക്രിയേഷൻ എന്നുള്ളതിന് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നോളജ് ക്രിയേഷൻ, ഒരു പുതിയ റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്താൽ വലിയൊരു കാര്യമായിട്ട് ലോകവും അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹവും ഒക്കെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പം നമ്മൾ ഈ നോളജിനെ എങ്ങനെ എക്കണോമിയായി ബന്ധപ്പെടുത്താൻ പറ്റും, അതായത് നിങ്ങളുടെ അറിവുകൾ അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് എങ്ങനെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ മാറ്റി എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ അറിവുകളെ ശാസ്ത്രലോകമാണെങ്കിലും
മറ്റ് സമൂഹമാണെങ്കിലും അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നേരത്തെ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്താൽ കൊടുക്കുന്ന ഒരു റെക്കഗ്നീഷൻ അല്ല നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പേറ്റന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അത് യൂസ്ഫുൾ ആണെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാറ്റം കിട്ടും. അപ്പൊ ഇങ്ങനൊരു നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത് അതൊരു എക്കണോമി ഡെവലപ്മെന്റിന്, സൊസൈറ്റിയുടെ ഒരു ഉന്നമനത്തിനും സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുന്ന ഒരു വിദ്യാഭ്യാസ ക്രമമാണ് ലോകത്ത് നടക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ 2020 ശേഷം മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് മാറ്റം വരുന്നതിനുള്ള ഒരു പശ്ചാത്തലത്തിലെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ്. അതായത് നമ്മുടെ നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വളരെ റിജിഡ് ആയിട്ടാണ്. നിങ്ങൾ ബയോളജി എടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ BSc ബയോളജി എടുത്ത അല്ലെങ്കിൽ ബോട്ടണി എടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാലത്തും മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റൂല, അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും. അതുപോലെ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ഹിസ്റ്ററി പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പൊ ഇത് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളുടെ കഴിവുകൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, അതിനാവശ്യമായ അറിവുകൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ലഭ്യമാകുമോ അതൊക്കെ സ്വായത്തമാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസത്തിലെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്ക് മാത്തമാറ്റിക്സിലെ ഒരു മോഡൽസ് അല്ലെങ്കിൽ ഒരു പുതിയ അറിവ് നമ്മൾ ഗവേഷണ പ്രബന്ധം വഴി ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇപ്പൊ ലക്ഷ്യം. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലുള്ള ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു മേഖലയിലെ അറിവ് കൊണ്ട് സാധ്യമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ആവശ്യം ഉണ്ടാവും, ഒരു കെമിസ്ട്രി അറിയുന്ന ഒരാളുടെ ആവശ്യം ഉണ്ടാവും, ഒരു ജിയോളജി അറിയുന്ന ആളുടെ ആവശ്യം ഉണ്ടാവും, ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു മാത്തമാറ്റിക്സ് അറിയുന്ന ആളുടെ ആവശ്യം ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ സയൻസ് അറിയുന്ന ആളുടെ ആവശ്യം ഉണ്ടാവും. കാരണം ഇതിന് എന്തെങ്കിലും പുതിയ ടൂള് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെൻസേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഇലക്ട്രോണിക്സുകാരുടെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി നോളജ് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള അറിവുകൾ, താല്പര്യമുള്ള അറിവുകൾ പഠിക്കാനുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ളൊരു വലിയ മാറ്റത്തിലേക്കാണ് പോകുന്നത്. നന്ദി സർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു ചരിത്രപരമായ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് കിസാറ്റ് എന്ന് പറയാം. അതായത് ക്യാമ്പസും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട് നിരവധി ആശയങ്ങളിൽ ഒന്നാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്നത്. അതായത് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയെ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് കിസാറ്റ് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സർ, ഇതിന്റെ ഒരു ആവശ്യകത എത്രത്തോളം, ഇതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്? അതായത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അറിവുകൾ ലഭ്യമാകുന്നതിനുള്ള ധാരാളം സ്രോതസ്സുകളുണ്ട്. അതിന് സഹായകരമായ നിരവധി ഘടകങ്ങളും ഇന്ന് സമൂഹത്തിലുണ്ട്. ഈ കുട്ടികൾക്ക് ഇന്റർനെറ്റ് വഴിയും യൂട്യൂബ് വഴിയും മറ്റ് സ്രോതസ്സുകൾ വഴിയും നിരവധി പുതിയ കാര്യങ്ങൾ അവരുടെ ബോധമണ്ഡലത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രക്ചേർഡായ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ചിന്തിക്കുന്നതിനും അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അത് ഏത് രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വേണം, അവർക്ക് പഠിക്കുന്ന പാഠ്യക്രമത്തിലും അവരുടെ സിലബസിലും കരിക്കുലത്തിലും ഒക്കെ മാറ്റം വേണമെന്ന് കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുന്നതിൽ ഒരു കുറച്ചും കൂടി വലിയ ഒരു ആശയമാണ് നമ്മുടെ മനസ്സിലുള്ളത്, കുസാറ്റിന്റെ മനസ്സിലുള്ളത്. അപ്പൊ ആ രീതിയിൽ ഇപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുട്ടികൾക്കൊരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കിട്ടുന്നതിനുള്ള സാഹചര്യം എന്ന രീതിയിൽ ഇന്നോവേഷനെയും പ്രോത്സാഹിപ്പിക്കുന്നു, സ്റ്റാർട്ടപ്പുകൾ പുതിയത് തുടങ്ങുന്നു ഉള്ള ചില സൗകര്യങ്ങൾ നമ്മൾ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പുകൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് അതിന് പ്രോത്സാഹനം നൽകുന്ന
നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അവർക്ക് അവരുടെ പാഠ്യക്രമത്തിൻ്റെ ഭാഗമായി അറ്റൻഡൻസിന് അതുപോലെ മാർക്കുകൾക്കൊക്കെ ഇളവുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രിയിൽ പോയി ചെയ്യുന്നതിനും അത് മെന്റർ ചെയ്യുന്നതിനുമുള്ള ഒരു സൗകര്യവും ഈ ക്യാമ്പസ് ഇങ്ങനെയുള്ള ഒരു സിറ്റിക് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ആശയം ഇതിലും വളരെ വിപുല. നമ്മുടെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത് ഒരു ഇന്നൊവേഷൻ ക്യാമ്പസ് എന്നുള്ള ആശയം. ക്യാമ്പസ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയുടെ R&D വിങ്ങുകൾ ക്യാമ്പസിൽ വരികയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിൽ ക്യാമ്പസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം വരണം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ അക്കാഡമിയ ഇൻഡസ്ട്രി R&D വിങ്ങിലെ എക്സ്പെർട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സും തമ്മിൽ എല്ലാ ദിവസവും അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറണം. ഇപ്പം നമ്മൾ കേരളത്തിൽ വർഷങ്ങളായി കേൾക്കുന്നതാണ് യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു വർധനവ് നടക്കണമെങ്കിൽ ഡേ ടു ഡേ ഫങ്ഷൻസിൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്താലേ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഒരു ക്യാമ്പസ്, ഇപ്പോൾ ഒരു ഉദാഹരണം ടെക്നോ പാർക്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാവുക. ബിൽഡിംഗ് ഉണ്ടായിട്ട് അവിടെ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ഈ അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടുത്തെ ഗവേഷക വിദ്യാർത്ഥികൾ അവിടെ പോയി ഈ ടെക്നോ പാർക്കിലെ കമ്പനികളുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് വരുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, അവരുടെ എഞ്ചിനീയേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമ്മുടെ അക്കാഡമിക് സപ്പോർട്ടോടുകൂടി സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഒരു വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതുമാത്രമല്ല, കേരളത്തിൻ്റെ ധാരാളം സാധ്യതയുള്ള മറ്റ് മേഖലകളുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉണ്ട്, മെഡിക്കൽ ടെക്നോളജി ഇൻഡസ്ട്രി ഉണ്ട്, ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഉണ്ട്, ഈ IT അല്ലാത്തുള്ള ഇൻഡസ്ട്രികളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഒരു ഇന്നൊവേഷൻ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ, യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി ഇന്ററാക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് വഴിയാണ് ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. സാർ, ഈ ഇൻഡസ്ട്രി ക്യാമ്പസ് തമ്മിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ചും ക്യുസാറ്റിന്റെ? നമ്മുടെ ഈ ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വിശ്വാസ്യത ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ഇൻഡസ്ട്രികൾക്ക് പൊതുവേ ചിലപ്പോൾ അത്ര മതിപ്പുണ്ടാവില്ല. പലപ്പോഴും IIT-കളെയൊക്കെ ആയിരിക്കും അവരെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. അപ്പോൾ അത് നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളിലെ പാഠ്യക്രമത്തിൽ ഈ ഇൻഡസ്ട്രി എൻജിനീയേഴ്സിൻ്റെ, സയൻറ്റിസ്റ്റിൻ്റെ, അതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിന് നമ്മളൊരു ചെയ്ത കാര്യം, നമ്മൾ ഈ കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയ സിലബസ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൂടിയിട്ടാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി അക്കാഡമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒക്കെ കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ ഇൻഡസ്ട്രി റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ നിർബന്ധമായി ഉൾപ്പെടുത്തി. അത് എഞ്ചിനീയറിംഗിന് മാത്രമല്ല കേട്ടോ, എഞ്ചിനീയറിംഗിലുണ്ട്, ടെക്നോളജിയിലുണ്ട്, സയൻസിലുണ്ട്, എക്കണോമിക്സിലുണ്ട്, അത് ഫിനാൻഷ്യൽ ടെക്നോളജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി. അങ്ങനെ ഇൻഡസ്ട്രി റെപ്രസെൻറ്റേറ്റീവിനെ ഈ നമ്മുടെ പാഠ്യക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂതനമായ ആശയങ്ങൾ വരുന്ന സിലബസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേൺഷിപ്പ് ഒരു മാൻഡേറ്ററി ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ഒരു സെമസ്റ്റർ മുഴുവനായി ഇൻഡസ്ട്രിയിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള സൗകര്യം കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ 8ാമത്തെ സെമസ്റ്ററിൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വെക്കേഷനിൽ ഇന്റേൺഷിപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ 8ാമത്തെ സെമസ്റ്ററിൽ അവർ ക്യാമ്പസിൽ വരേണ്ട കാര്യമില്ല. മുഴുവനായിട്ട് അവർക്ക് ആ ഒരു 6 മാസം അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പ്ലേസ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് ആവശ്യമുള്ള നൂതന സാങ്കേതിക വിദ്യയിലുള്ള ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടും. അത് വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പ്ലേസ്മെന്റും കിട്ടും. അപ്പൊ അത് പല കമ്പനികൾ, സിസ്കോ പോലെയുള്ള അടക്കമുള്ള TCS, സിസ്കോ, വിപ്രോ പോലെയുള്ള ധാരാളം IT കമ്പനികളൊക്കെ ഈ കുട്ടികളെ ചിലപ്പോൾ പ്ലേസ്മെന്റ് കൊടുത്തിട്ട് ഈ ഒരു സെമസ്റ്റർ മുഴുവൻ അവരുടെ കമ്പനിയിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തി അതിനുശേഷം ഡിഗ്രി കിട്ടുന്ന ഒരു സമ്പ്രദായത്തേക്ക് മാറി. ഇന്റേൺഷിപ്പ് ട്രാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പുതിയ സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം, ഇൻഡസ്ട്രിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ പുതിയ ഗവേഷണ പ്രൊജക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ധാരാളം നമ്മുടെ ഇൻഡസ്ട്രി, സമീപത്തുള്ള ഇൻഡസ്ട്രിയുമായി ചേർന്നുകൊണ്ട് അങ്ങനെ പുതിയ പ്രൊജക്റ്റുകൾ, ഗവേഷണ പ്രൊജക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഫാക്കൽറ്റി മെമ്പേഴ്സും ഗവേഷക വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ ഈ ചില പ്രൊജക്റ്റുകളിലൊക്കെ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള സ്റ്റൈപ്പൻഡ് മുഴുവൻ ഇൻഡസ്ട്രി ആയിരിക്കും കൊടുക്കുന്നത്. കാരണം അവർക്ക് വേണ്ട ആവശ്യമുള്ള പുതിയ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. അതനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ ഇൻഡസ്ട്രിയിൽ വരുന്നതുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളുടെ R&D വിങ്ങുകൾ ക്യാമ്പസിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇതനുസരിച്ചാണ് സിന്തേറ്റ് ഇൻഡസ്ട്രി, നാച്ചുറൽ സ്പൈസസിൻ്റെ ഇപ്പോൾ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിന്തേറ്റ്. സിന്തേറ്റ് ഇൻഡസ്ട്രി 20 കോടി രൂപ മുടക്കിക്കൊണ്ട് CVJ സെന്റർ ഫോർ സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന റിസർച്ച് ലാബ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുക. അപ്പോൾ അത് ബയോളജി, ബയോടെക്നോളജി, അതുപോലെ സുവോളജി, അത് മറ്റ് മേഖലകൾ, മറൈൻ ബയോളജി, മറ്റ് മേഖലകളിലൊക്കെ മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പുതിയ രീതിയിലുള്ള ഗവേഷണം നടത്താനും അതനുസരിച്ച് ഈ മേഖലയിൽ കൂടുതൽ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു സെൻ്ററാണ്. 20 കോടി രൂപ മുടക്കിയിട്ടാണ് അവർ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ ധറിനെ അവിടെ അവർ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി ഇൻട്രാക്ഷൻ കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ്. ഇതോടൊപ്പം തന്നെ ജിയോജിത്ത്, നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ്, അവർ ഒരു സെൻറ്റർ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റർ ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസിന് വേണ്ടി ESG റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അതിൻ്റെ പഠനങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരു സെൻറ്ററും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് 5 കോടി രൂപയാണ് ഈ ജിയോജിത്ത് മുടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. M.Tech പ്രോഗ്രാം ഇൻ പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി. അപ്പോളോ ടയേഴ്സുമായി ചേർന്നുകൊണ്ടാണ് ആ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ അപ്പോളോ ടയേഴ്സിനെ എംപ്ലോയീസിന് മുഴുവൻ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ബിടെക് കഴിഞ്ഞവരെയൊക്കെ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും അവർക്കൊക്കെ 2 വർഷം കൊണ്ട് M.Tech കൊടുക്കുന്ന രീതിയിലേക്ക് അവരുടെ ഒരു സഹകരണത്തോടു കൂടി ഈ വർഷം അങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് MBA തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ്. ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് വേണ്ടി ബിടെക് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഡിഗ്രികൾ കഴിഞ്ഞവർക്ക് വേണ്ടി MBA ഡിഗ്രി സാധ്യമാകുന്ന ഒരു പ്രവർത്തനമാണത്. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് എക്സിക്യൂട്ടീവ് MBA അത് ഹൈബ്രിഡ് മോഡാണ്. നമ്മൾ സാറ്റർഡേ സൺഡേ മാത്രമേ ക്യാമ്പസിൽ വന്ന് ക്ലാസ്സിൽ ഇരിക്കേണ്ടതുള്ളൂ. ബാക്കി സമയങ്ങളിലൊക്കെ ക്യാമ്പസിന് പുറത്ത് ഓൺലൈനായിട്ട് അവർ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അവരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ രീതിയിൽ ഇൻഡസ്ട്രിയും യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് ഓഫ് കേരളയായി ചേർന്നുകൊണ്ട് 1 മാസം മുമ്പ് നമ്മുടെ ജെൻ AI കോൺക്ലേവ് ഇവിടെ കൊച്ചിയിൽ നടത്തിയത്. അപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ IBM അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
ജെൻ എയിലുള്ള അവരുടെ എയിലുള്ള GPT നമുക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തു. ഏതാണ്ട് 40 ലക്ഷം രൂപ വരുന്നതാണ് മാർക്കറ്റിൽ. അത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുമായി ചേർന്നുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അങ്ങനെ നിരവധി രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് ഇൻഡസ്ട്രി അക്കാഡമിക് ഈ ഒരു ഇന്ററാക്ഷൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും. താങ്ക് യു സർ. This is Reporter News Network.